കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് ആൻഡ് എഞ്ചിനീയറിംഗിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മൊഡ്യൂൾ 1-ലെ 24-ാമത്തെ പാർട്ടാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് സിമെൻറ്റിൻ്റെ ഇൻട്രൊഡക്ഷനും അതുപോലെ തന്നെ സിമെൻറ്റിലെ ഇൻഗ്രീഡിയൻസിനെ കുറിച്ചായിരുന്നു. ഈ ഒരു പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സിമെൻറ്റിൻ്റെ മാനുഫാക്ചറിങ്ങിനെ കുറിച്ചാണ്. മാനുഫാക്ചറിങ് ഓഫ് സിമെൻറ്റ്. സിമെൻറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് എന്നുള്ളത് നമ്മൾ ഇന്ന് കാണുന്ന രൂപത്തിലേക്ക് എങ്ങനെയാണ് സിമെൻറ്റിനെ മാറ്റുന്നത് എന്നുള്ളതാണ് ഈ ഒരു ഭാഗത്ത് നോക്കുന്നത്. ബ്രിക്കിൻ്റെ മാനുഫാക്ചറിങ് പ്രോസസ്സുകളൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഇവിടെ സിമെൻറ്റിൻ്റെ മാനുഫാക്ചറിങ് എങ്ങനെയാണെന്ന് നോക്കാം. സിമെൻറ്റിന് മാനുഫാക്ചറിങ്ങിന് മെയിനായിട്ട് 3 സ്റ്റെപ്പുകളാണുള്ളത്. ആദ്യത്തെ സ്റ്റെപ്പ് മിക്സിംഗ് ഓഫ് റോ മെറ്റീരിയൽസ് ആണ്. സിമെൻറ്റിലേക്ക് വേണ്ട റോ മെറ്റീരിയൽസ് അതെല്ലാം നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്ന ഒരു പ്രക്രിയ, ഒരു പ്രോസസ്സ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മിക്സ് ചെയ്തിട്ടുള്ള റോ മെറ്റീരിയൽസിനെല്ലാം ബേണിംഗ് ചെയ്യുന്നതാണ്. ബേണിംഗ്. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ ബേൺ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ആ ഒരു മെറ്റീരിയൽ അതിന് നമ്മൾ കിങ്കർ എന്ന് പറയും. ഈ കിങ്കറിനെ നമ്മൾ ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നതാണ്, ഗ്രൈൻഡിങ്. ഇങ്ങനെ 3 പ്രധാനപ്പെട്ട സ്റ്റെപ്പുകളാണ് മാനുഫാക്ചറിങ് ഓഫ് സിമെൻറ്റിലുള്ളത്. ഒന്നാമത്തെ സ്റ്റെപ്പ് മിക്സിംഗ് ഓഫ് റോ മെറ്റീരിയൽസ്, രണ്ടാമത്തത് ബേണിംഗ്, മൂന്നാമത്തത് ഗ്രൈൻഡിങ്. നമുക്ക് ഓരോ സ്റ്റെപ്പിനെ കുറിച്ചും വിശദീകരിച്ച് പഠിക്കാം. ആദ്യത്തേത് മിക്സിംഗ് ഓഫ് റോ മെറ്റീരിയൽസ്. റോ മെറ്റീരിയലിനെ നമ്മൾ 2 കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തുന്നത്. സിമെൻറ്റിൻ്റെ റോ മെറ്റീരിയലിനെ 2 കാറ്റഗറിയിലാണ് നമ്മൾ ഉൾപ്പെടുത്തുന്നത്. നമ്മൾ ഇൻഗ്രീഡിയൻസിനെ പഠിച്ച സമയത്ത് പറഞ്ഞു അതിൽ 62% ഉള്ളത് ലൈമാണ്. അപ്പോൾ ലൈമിൻ്റെ കാൽക്കേരിയസ് ആയിട്ടുള്ള മെറ്റീരിയലും പിന്നെ അതിൽ വരുന്ന ക്ലേയുടെ പാർട്ട്. ക്ലേ എന്ന് പറഞ്ഞാൽ ഒരുപാട് മിനറൽസ് കൂടിയിട്ടുള്ള സംഭവമാണ്. അത് ഫസ്റ്റത്തെ കാൽക്കേരിയസ് മെറ്റീരിയൽ അല്ലെങ്കിൽ ലൈം സ്റ്റോണും രണ്ടാമത്തെ അർജിലീഷ്യസ് മെറ്റീരിയൽ അതായത് ക്ലേയുടെ പാർട്ടും വേറെ കണ്ടെയ്നറിൽ നമ്മൾ എടുക്കുന്നു. എന്നിട്ട് അവ നമ്മൾ ക്രഷ് ചെയ്യുകയാണ്. അത് രണ്ടും ക്രഷ് ചെയ്യുന്നു, നന്നായി ക്രഷ് ചെയ്യുന്നു. ആ മെറ്റീരിയൽസ് ഒരു സോളിഡ് ഫോമിലായിരിക്കും ഉണ്ടാവുക. ഏതൊരു ഫോമിലാണെങ്കിലും ആ ഒരു സംഭവത്തെ ആ മെറ്റീരിയൽസിന് നമ്മൾ ക്രഷ് ചെയ്യുന്നു. ക്രഷ് ചെയ്തിട്ട് നമ്മളത് ബോൾ മില്ല് അല്ലെങ്കിൽ ട്യൂബ് മില്ലിലേക്കൊക്കെ നമ്മൾ ഇടുന്നു. ബോൾ മില്ല് എന്താണ്, ട്യൂബ് മില്ല് എന്താണെന്നൊക്കെ നമ്മൾ വഴിയെ പഠിക്കുന്നുണ്ട്. ബോൾ മില്ലിലോ അല്ലെങ്കിൽ ട്യൂബ് മില്ലിലോ ഇട്ടിട്ട് അത് നമ്മൾ ഗ്രൈൻഡിങ് ചെയ്യുന്നു. ഇത് മിക്സിംഗ് ഓഫ് റോ മെറ്റീരിയൽസിൻ്റെ ഭാഗത്തുള്ള ഗ്രൈൻഡിങ് ആണ്. മെയിനായിട്ടുള്ള ഗ്രൈൻഡിങ് നമ്മൾ 3ാമത്തെ സ്റ്റേജിൽ വേറെ പഠിക്കുന്നുണ്ട്. ഇതിലുള്ള ഈ മിക്സിംഗ് ഓഫ് റോ മെറ്റീരിയൽസ് എന്നുള്ള ഈ ഒരു പാർട്ടിനകത്തുള്ള ഗ്രൈൻഡിങ് ആണ്. എന്നിട്ട് ബോൾ മില്ലിലോ ട്യൂബ് മില്ലിലോ ഇട്ടിട്ട് നമ്മൾ ഈ ഒരു മെറ്റീരിയൽസിനെ കാൽക്കേരിയസ് മെറ്റീരിയൽസിനെയും അർജിലീഷ്യസ് മെറ്റീരിയൽസിനെയും നമ്മൾ ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നു. ഇത് 2 സെപ്പറേറ്റ് നടക്കുന്ന പ്രോസസ്സാണ്. എന്നിട്ട് ഗ്രൈൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ സംഭവത്തെ സ്റ്റോറേജ് ബേസിനിലേക്ക് നമ്മൾ മാറ്റുന്നു. എന്നിട്ട് സ്റ്റോറേജ് ബേസിൽ നിന്ന് നമ്മൾ കറക്റ്റ് പ്രൊപ്പോർഷനിൽ കറക്റ്റ് പ്രൊപ്പോർഷനിൽ എടുത്തിട്ട് മിക്സ് ചെയ്യുന്നു. നമ്മുടെ സിമെൻറ്റിലേക്ക് ആവശ്യമായിട്ടുള്ള ആ ഒരു പ്രൊപ്പോർഷനിൽ ഈ 2 മെറ്റീരിയൽസിനെ നമ്മൾ മിക്സ് ചെയ്യുന്നു. മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളതിനെ ഒരു പ്രീ ഹീറ്റിംഗ് ചെയ്യാറുണ്ട്. 80 ഡിഗ്രി സെൽഷ്യസിൽ നമ്മളതിനെ പ്രീ ഹീറ്റിംഗ് ചെയ്യും. ബേണിംഗ് നമുക്ക് അടുത്ത സ്റ്റേജിൽ വരുന്നുണ്ട്. പക്ഷെ അതിന് മുമ്പ് ഈ റോ മെറ്റീരിയൽസിനെ ഒന്ന് പ്രീ ഹീറ്റിംഗ് ചെയ്യും. എന്നിട്ട് പ്രീ ഹീറ്റിംഗ് ചെയ്ത ശേഷം അതിനെ നമ്മൾ മറ്റൊരു സ്റ്റോറേജ് ടാങ്കിലേക്ക് മാറ്റും. അവിടെ നമ്മളെ മിക്സിംഗ് ഓഫ് റോ മെറ്റീരിയൽസ് എന്ന പ്രോസസ്സ് അവസാനിക്കുകയാണ്. അതായത് ആദ്യം കാൽക്കേരിയസ് മെറ്റീരിയൽസും അതായത് ലൈം സ്റ്റോണും അർജിലീഷ്യസ് മെറ്റീരിയൽസായ അതായത് ക്ലേയും നമ്മൾ വേറെ ടാങ്കുകളിൽ വേറെ മെഷീനിൽ എടുക്കുന്നു. എന്നിട്ട് അതിനെ രണ്ടിനും ക്രഷ് ചെയ്യുന്നു. നന്നായി ക്രഷ് ചെയ്തിട്ട് ബോൾ മില്ലിലോ അല്ലെങ്കിൽ ട്യൂബ് മില്ലിലോ ഇട്ടിട്ട് നമ്മളതിനെ ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നു. ഗ്രൈൻഡ് ചെയ്ത ശേഷം ആ തരിയെ നമ്മളൊരു സ്റ്റോറേജ് ബേസിലേക്ക് മാറ്റുന്നു. എന്നിട്ട് ഈ സ്റ്റോറേജ് ബേസിൽ നിന്നും കാൽക്കേരിയസ് മെറ്റീരിയലിനെയും അർജിലീഷ്യസ് മെറ്റീരിയലിനെയും ഈ സിമെൻറ്റിൻ്റെ പ്രൊപ്പോർഷനിലേക്ക് എടുത്തിട്ട് നമ്മൾ അതിനെ മിക്സ് ചെയ്യുന്നു. മിക്സ് ചെയ്ത ശേഷം ഈ മിക്സിനെ നമ്മൾ പ്രീ ഹീറ്റ് ചെയ്യുന്നു. ഒരു 800 ഡിഗ്രി സെൽഷ്യസിൽ പ്രീ ഹീറ്റ് ചെയ്യുന്നു.
എന്നിട്ട് അതിന് നമ്മൾ ഒരു സ്റ്റോറേജ് ടാങ്കിലേക്ക് മാറ്റുന്നു. അതോടുകൂടി മിക്സിംഗ് ഓഫ് റോ മെറ്റീരിയൽസ് എന്ന ഈ പ്രോസസ്സ് അവിടെ അവസാനിക്കുകയാണ്. അടുത്തത് രണ്ടാമത്തെ സ്റ്റേജ്, ബേണിംഗ്. നമ്മൾ മിക്സ് ചെയ്തു, നേരത്തെ റോ മെറ്റീരിയൽസ് എല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഈ റോ മെറ്റീരിയൽസ് എല്ലാം മിക്സ് ചെയ്ത് നമ്മൾ ഈ ഒരു റോട്ടറി കിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെഷീനിലേക്ക് ഇടുന്നു. അതൊരു കിന്നാണ്, ഒരു ചൂളയാണ്. ഇവിടെ നിന്നാണ് ബേണിംഗ് നടക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് ഇൻലെറ്റ് കാണാം. ഇവിടെ ഇൻലെറ്റ്, ഈ ഇൻലെറ്റിലൂടെ നമ്മൾ ആ റോ മെറ്റീരിയൽസിന് ഇടുന്നു. ഈ ഇൻലെറ്റിലൂടെ റോ മെറ്റീരിയൽസിന് ഇടുന്നു. ഇവിടെ ഈ ബേണറിൽ ബേണിംഗ് ചെയ്യുന്നു. ഇൻലെറ്റിലൂടെ നമ്മൾ റോ മെറ്റീരിയൽസിനെ, മിക്സ് ചെയ്തിട്ടുള്ള റോ മെറ്റീരിയൽസിനെ നമ്മൾ ഇൻലെറ്റിലൂടെയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇൻലെറ്റിലൂടെ ഇട്ട് കഴിഞ്ഞിട്ട് ഈ ബേണർ വെച്ചിട്ട് നമ്മൾ ബേൺ ചെയ്യുന്നു. ഇവിടെ ബേണിംഗ് നടക്കുന്നു. ആ ബേണിംഗ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എക്സോസ്റ്റ് ഗ്യാസുകളെല്ലാം ഉണ്ടാകും. ഈ എക്സോസ്റ്റ് ഗ്യാസ് ഈ എക്സോസ്റ്റിലൂടെ പുറത്തു പോവുകയും അതുപോലെ തന്നെ അതിൻ്റെ ഔട്ട്ലെറ്റിലൂടെ നമുക്ക് കിങ്കേഴ്സിനെ ലഭിക്കുകയും ചെയ്യും. കിങ്കർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന പ്രൊഡക്റ്റാണ്. ഇതാണ് റോട്ടറി കെയിൻ. ഇത് ഇവിടെ ഈ ഒരു വീലിൽ വെച്ചിട്ട് ഈ ഒരു മോട്ടോർ ഇതിനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് ഇത് റോട്ടറി കിന്നായി മാറുന്നത്. എന്നിട്ട് ഇതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് ഇങ്ങോട്ട് കിങ്കേഴ്സ് കാര്യങ്ങളൊക്കെ ഇങ്ങോട്ടേക്ക് കിട്ടുന്നു. അതാണ് റോട്ടറി കിന്ന്. ഇങ്ങനെയാണ് ബേണിംഗ് പ്രോസസ്സ് നടക്കുന്നത്. ഈ ഹോളിലൂടെ സിമെൻറ്റ് പുറത്ത് ചാടും. അപ്പം ഈ ഹോളിന് പാകത്തിലുള്ള ഗ്രൈൻഡിങ് ആ സമയത്ത് ഈ ഹോളിന് കറക്റ്റ് സൈസിലുള്ള സീഫ് സൈസിലുള്ള അത്രയും മിനറൽസ് പൊടിഞ്ഞു കഴിഞ്ഞാൽ, പൗഡർ ഫോമിലായി കഴിഞ്ഞാലാണ് അത് പുറത്തേക്ക് വരിക. അതുവരെ ഇത് കറങ്ങിക്കൊണ്ടേയിരിക്കും. അതിൽ ആ ബോൾസ് മുകളിൽ നിന്ന് താഴേക്ക് ചാടും തോറും ഇവ തമ്മിൽ കൂട്ടിയിരിക്കുകയും അവ പൊടിയുകയും ചെയ്യും. അതാണ് ഈ ബോൾ മില്ല് അല്ലെങ്കിൽ ട്യൂബ് മില്ല് നടക്കുന്ന ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് ബോളല്ലാതെ മറ്റു ടൈപ്പിലുള്ള ഗ്രൈൻഡിങ് വീൽസ് വെച്ചിട്ടുള്ള ഒരു ടൈപ്പ് മില്ലാണ്. ഇതിൽ നിങ്ങൾക്ക് ശരിക്കും കാണാം. അത് കഴിഞ്ഞിട്ട് കിങ്കേഴ്സ് ഗ്രൈൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് പുറത്തേക്ക് വരുന്ന സംഭവം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഗ്രൈൻഡിങ്ങിൽ നമ്മൾ ഉള്ളത്. നമുക്കതിൻ്റെ ഒരു ടേംസ് പഠിക്കാം. കാൽസിനേഷൻ. നമ്മൾ കാൽസിനേഷൻ മുമ്പ് പഠിച്ചിട്ടുണ്ട്. കാൽസിനേഷൻ പഠിച്ചിട്ടുള്ളത് ലൈമിൻ്റെ ഒരു പ്രോസസ്സിലാണ്. എയറിൻ്റെ പ്രസൻസിൽ ലൈം സ്റ്റോണിനെ ഹീറ്റ് ചെയ്യുന്നതിനെ ആണ് നമ്മൾ കാൽസിനേഷൻ എന്ന് പറയാം. ഇവിടെ കാൽസിനേഷൻ എന്ന് പറഞ്ഞാൽ ബേണിംഗ് എ മിക്സർ ഓഫ് കാൽക്കേരിയസ് ആൻഡ് അർജിലീഷ്യസ് മെറ്റീരിയൽ അറ്റ് വെരി ഹൈ ടെമ്പറേച്ചർ ഇൻ കറക്റ്റ് പ്രൊപ്പോർഷൻ. നമ്മൾ പറഞ്ഞു സിമെൻറ്റിൻ്റെ റോ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കാൽക്കേരിയസും അർജിലീഷ്യസ് മെറ്റീരിയൽസും ആണുള്ളത്. അപ്പോൾ ഇതിനെ വെരി ഹൈ ടെമ്പറേച്ചറിൽ നമ്മൾ ചൂടാക്കുക. ഒരു കറക്റ്റ് പ്രൊപ്പോർഷനിൽ വെരി ഹൈ ടെമ്പറേച്ചറിൽ നമ്മളതിനെ ബേൺ ചെയ്തെടുക്കുന്ന ആ ഒരു പ്രോസസ്സ്, റോട്ടറി കിന്നിൽ ബേൺ ചെയ്തെടുക്കുന്ന ആ ഒരു പ്രോസസ്സിനെ പറഞ്ഞ പേരാണ് കാൽസിനേഷൻ എന്ന് പറഞ്ഞാൽ. ആ ടേം ലൈമിൻ്റെതും സിമെൻറ്റിൻ്റെതും വേറെ വേറെയാണ്. അത് ശരിക്ക് മനസ്സിലാക്കി വെക്കണം. ലൈമിൻ്റെത് നമ്മൾ ലൈം സ്റ്റോണിനെ എയറിൻ്റെ പ്രസൻസിൽ റെഡ്നെസ് വരുന്ന വരെ ചൂടാക്കുക എന്നുള്ളതാണ്, ഹീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ സിമെൻറ്റിൻ്റെ കേസിൽ കാൽസിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാൽക്കേരിയസിനെയും അർജിലീഷ്യസ് മെറ്റീരിയൽസിനെയും വെരി ഹൈ ടെമ്പറേച്ചറിൽ കറക്റ്റ് പ്രൊപ്പോർഷനിൽ നമ്മൾ ബേൺ ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ അത് രണ്ടും സെപ്പറേറ്റ് തന്നെ കറക്റ്റായിട്ട് പഠിക്കണം. രണ്ടും കാൽസിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം അത് ചൂടാക്കുന്ന ഒരു പ്രക്രിയയാണ്, അല്ലെങ്കിൽ ബേൺ ചെയ്യുന്ന ഒരു പ്രക്രിയയാണെന്ന് മനസ്സിലാക്കി വെക്കുക. ലൈമിലുള്ള മിനറൽ അല്ലെങ്കിൽ അതിൻ്റെ റോ മെറ്റീരിയൽ ലൈം സ്റ്റോൺ ആയതുകൊണ്ട് ലൈം സ്റ്റോണായിരുന്നു അവിടെ ചൂടാക്കിയിരുന്നത്. സിമെൻറ്റിൻ്റെ റോ മെറ്റീരിയൽസ് കാൽക്കേരിയസ് മെറ്റീരിയലും അതുപോലെ തന്നെ അർജിലീഷ്യസ് മെറ്റീരിയലുമാണ്. അതുകൊണ്ട് ഇവിടെ ചൂടാക്കുന്നത് കാൽക്കേരിയസ് മെറ്റീരിയലും അർജിലീഷ്യസ് മെറ്റീരിയലുമാണ്. രണ്ടിനും വെരി ഹൈ ടെമ്പറേച്ചറിലാണ് നമ്മൾ ചൂടാക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ സാമ്യം. അപ്പോൾ ഈ കാര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കി വെക്കാം. അപ്പോൾ നമ്മൾ എങ്ങനെ കാൽസിനേഷൻ ചോദിച്ചാൽ സിമെൻറ്റ് ഉണ്ടാകുന്നത് ലൈം സ്റ്റോൺ, സിലിക്ക, അയൺ, അലൂമിനിയം അങ്ങനത്തെ കുറേ മെറ്റീരിയൽസ് ഉണ്ട്. അത്തരം മെറ്റീരിയൽസിനെയൊക്കെ നമ്മൾ മിക്സ് ചെയ്ത് ക്രഷ് ചെയ്തെടുക്കുന്നു.
ക്രഷ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അതിന് ആ റോ മെറ്റീരിയൽസിനെ ആ റോ മിക്സിനെ നമ്മൾ കിന്നിൽ റോട്ടറി കിന്നിലേക്ക് ഇടുന്നു. റോട്ടറി കിന്നിൽ നിന്ന് ബേൺ ചെയ്യുന്നു. റോട്ടറി കിന്നിൽ നിന്നാണ് ഈ കാൽസിനേഷൻ നടക്കുന്നത്. റോട്ടറി കിന്നിൽ നിന്ന് നമ്മൾ അതിനെ ബേൺ ചെയ്തിട്ട് അതിൻ്റെ പുറത്തേക്ക് വരുന്ന ആ ഒരു മെറ്റീരിയൽസിൻ്റെ പേരാണ് കിങ്കർ. ഈ കിങ്കറിനെ നമ്മൾ ഗ്രൈൻഡിങ് മെഷീനിലേക്ക് കൊണ്ടുപോകുന്നു. ഈ ഗ്രൈൻഡിങ് മെഷീനിലാണ് നമ്മൾ ജിപ്സം 4% ജിപ്സം ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. എന്നിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നു. ഗ്രൈൻഡ് ചെയ്ത ശേഷം അതിന് കിട്ടുന്ന പ്രൊഡക്റ്റിൻ്റെ പേരാണ് സിമെൻറ്റ്. കാൽസിനേറ്റ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിങ്കറിനെയാണ് നമ്മൾ കാൽസിനേറ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഈ കിങ്കർ പ്ലസ് ജിപ്സം അതാണ് സിമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത്രയും കാര്യങ്ങളാണ് സിമെൻറ്റിൻ്റെ കേസിൽ നമ്മൾ നോക്കുന്നത്. നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ കറക്റ്റ് മനസ്സിലായിട്ടുണ്ടാകുന്ന താങ്ക് യു.